ഹായ്, എക്കോ കണ്ടു. എക്കോ ആണോ കറക്റ്റ് നെയിമെന്ന് എനിക്കറിയില്ല. EKO എക്കോ കണ്ടു. കിഷ്കിന്ധാകാന്ഡ സംവിധാനം ചെയ്ത ദിൻജിത്ത് അയ്യത്താൻ്റെ രണ്ടാമത്തെ മൂവി എക്കോ കൊള്ളാം. എനിക്കൊരു ആവറേജ് അനുഭവമാണ് സമ്മാനിച്ചത്. മുന്നത്തെ ചിത്രം കിഷ്കിന്ധാകാന്ഡവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കിഷ്കിന്ധാകാന്ഡം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്നാൽ ഇത് എനിക്ക് അത്രത്തോളം വർക്കൗട്ടായില്ല. എനിക്കിത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എസ്പെഷ്യലി അതാവാം റീസൺ എനിക്ക് അത്ര വർക്കൗട്ട് ആവാഞ്ഞത്. ഈ സിനിമയിൽ ആ ഒരു ലോകം ബിൽഡ് ചെയ്യുന്നത് കൊള്ളാം, കോൺസെപ്റ്റ് കൊള്ളാം. ഒരു തവണ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. അത്രയ്ക്ക് മോശം പറയാനൊന്നുമില്ല. സിനിമ പലയിടത്തും ചെറിയ ഇഴച്ചിൽ പോലെ ഫീൽ ചെയ്തു. പിന്നെ പ്രെഡിക്റ്റബിൾ എന്നുള്ള ഫാക്ട്, അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാവാം എനിക്കത്ര വർക്കൗട്ടായില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇഷ്ടപ്പെട്ടു. ബട്ട് ഒരു വോ ഫാക്ടർ ഇല്ല. സിനിമ കണ്ടിറങ്ങിയിട്ട് കിഷ്കിന്ധാകാന്ഡം കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീലില്ല. കിഷ്കിന്ധാകാന്ഡം കണ്ടിറങ്ങിയപ്പം അങ്ങനെയല്ലായിരുന്നു. എന്നാലും കോൺസെപ്റ്റ് കൊള്ളാം. എനിക്കൊരു മിക്സ് അഭിപ്രായമാണ്. പടം കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം, എന്നാൽ അത്രയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് എൻ്റെ അഭിപ്രായം. ആ സിനിമയുടെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും ശരി, ക്യാമറ, ഡയറക്ഷൻ, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതെല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പോരായ്മ തോന്നിയത് എനിക്കത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ചിലപ്പം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണം എന്നില്ല. സിനിമ പോയി തിയേറ്ററിൽ കണ്ടു നോക്കുക. ഇത് എൻ്റെ അഭിപ്രായമാണ്. ബാക്കിയുള്ളവർക്ക് ചിലപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ആയേക്കാം. ഓക്കെ, താങ്ക് യു.